അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് റജബ് 27-ന്റെ മഹത്വങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. റജബ് മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 27-ാം രാവ് നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. വളരെയധികം ശ്രേഷ്ഠതയേറിയ രാവാണ് റജബ് 27-ാം രാവ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്നും 7 ആകാശങ്ങളും അതിന്റെ അപ്പുറത്തും പോയി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത്, ആദരിച്ചത്, ഒരുപാട് അത്ഭുതങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. മാത്രമല്ല, അള്ളാഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘനേരം സംസാരിച്ചു. അങ്ങനെ സമ്മാനമായി 5 വഖ്ത് നിസ്കാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്ത രാത്രിയാണ്. ഇസ്രാ മിഅ്റാജിന്റെ യാത്ര നടന്ന ദിനമാണ് റജബ് 27-ന്റെ രാവ്. ആ രാത്രിക്ക് വലിയ മഹത്വമുണ്ട്. ആ രാത്രിയിൽ നാം ധാരാളം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. അതിന്റെ പകൽ നമ്മൾ നോമ്പ് നോറ്റുകൊണ്ട് പുണ്യം കരസ്ഥമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് 27-ന്റെ പുണ്യം കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി ഒരു ദിക്ർ ഞാൻ പരിചയപ്പെടുത്താം. ഈ ദിക്ർ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള എന്താവശ്യവും നിറവേറുന്നതാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഏറ്റവും മഹത്വം നിറഞ്ഞ ഏറ്റവും ഭംഗിയുള്ള ഒരു നാമമാണ് അസ്മാഉൽ ഹുസ്ന. മഹാനായ സ്വാലിഹുൽ ജഅഫരി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ ഫലങ്ങളും നേട്ടങ്ങളും മഹത്വങ്ങളുമുണ്ട്. ഏത് നാമമാണോ കൂടുതലായി ഒരാൾ പതിവാക്കുന്നത് അതിന്റെ സ്വാധീനം അവനിൽ കാണുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരൊറ്റ നാമമാകുന്ന ഏറ്റവും മഹത്വം നിറഞ്ഞ ഒരുപാട് ഫലങ്ങൾ തരുന്ന ഒരു നാമമാണ് യാ ബാഖി യാ അല്ലാഹ് എന്ന നാമം. യാ ബാഖി യാ അല്ലാഹ്, എന്നെന്നും ശേഷിക്കുന്നവൻ, എന്നെന്നും നിലനിൽക്കുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. യാ ബാഖി യാ അല്ലാഹ് എന്ന ഇസ്മ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് 100 തവണ ഒരാൾ ചൊല്ലിയാൽ, എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവന്റെ ഉദ്ദേശം എന്താണോ അത് പറഞ്ഞുകൊണ്ട് അവൻ ദുആ ചെയ്താൽ, അവന്റെ വിഷമങ്ങൾ മാറാൻ, അവന്റെ പ്രയാസങ്ങൾ മാറാൻ, അവന്റെ രോഗങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ, ഉദ്ദേശങ്ങൾ പൂവണിയാൻ ഒക്കെ കാരണമായി തീരും. ഈ ഇസ്മ വലിയ മഹത്വം നിറഞ്ഞ ഒരു ഇസ്മാണ്, വലിയ ഫലങ്ങൾ തരുന്ന ഇസ്മാണ്. ഈ ഇസ്മ പതിവാക്കുവാനും അതിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും 100 പ്രാവശ്യം ഈ ഇസ്മ കൂടെ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. യാ ബാഖി യാ അല്ലാഹ്, 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 യാ ബാഖി യാ അല്ലാഹ്,
يا باقي يا الله 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 يا باقي يا الله.